വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ ലൊക്കേഷൻ. അവിടെ ആസിഫ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓടി നടന്ന് ക്ലാപ്പ് ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഡയറക്ടർ തൃപ്തനല്ല. ആ കഥ അയാൾക്ക് ഇഷ്ടപ്പെടാതെ ചെയ്യുകയാണ്. മേക്ക് ചെയ്ത് റെഡിയാക്കാം എന്ന് വിചാരിച്ചു, പക്ഷെ നടക്കുന്ന ലക്ഷണമില്ല. ഓരോ ഷോട്ടിലും അയാൾ റൈറ്ററെ ചീത്ത വിളിക്കുന്നുണ്ട്, അടുത്തിരുന്ന് റൈറ്റർ നന്നായിട്ട് കേൾക്കുന്നുമുണ്ട്. എന്ത് പുണ്ണാക്കിലെ കഥയാടോ ഇത്? താൻ ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. ആസിഫ് ഓടി അടുത്ത് വരുന്നു. എന്താ സാർ ചെയ്തതിൽ എന്തെങ്കിലും? ഇല്ല ആസിഫ്, താങ്കൾ ചെയ്തതിലല്ല കുഴപ്പം. ഇത് മൊത്തം കുഴപ്പമാണ്. ഈ കടലാസിൽ മൊത്തം അത് പൊളിച്ചെഴുതിയേ പറ്റൂ. ഒന്നുകിൽ എന്തെങ്കിലും ഒരു ലവ് സ്റ്റോറി ആയിട്ട് വരും, അല്ലെങ്കിൽ ഒരു ഫാമിലി സ്റ്റോറി. ഒരു ആക്ഷൻ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇത് രണ്ടും മിക്സ് ചെയ്ത് ഒരു അവിയൽ. അപ്പോൾ ആസിഫ്, സാർ ഇതൊന്നുമില്ലാത്ത ഒരു കഥ എൻ്റെ കയ്യിലുണ്ട് സാർ, കേൾക്കാമോ? കേൾക്കാൻ സമയമുള്ളപ്പോൾ ഒന്ന് കേൾക്കണം സാർ. കേൾക്കാൻ സമയമുണ്ട്. എനിക്ക് ഷൂട്ടിംഗ് തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല ഈ കഥയുമായി. നമുക്ക് മാറിയിരുന്ന് സംസാരിക്കാം. പ്രൊഡ്യൂസറെ ഒന്ന് വിളിക്കണം, അദ്ദേഹം ഒന്ന് വരാൻ പറയണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കൂടി ആലോചിക്കാം. അതിനു മുമ്പ് തൻ്റെ കഥയൊന്ന് കേൾക്കണം. അങ്ങനെ ആസിഫ് കഥ പറയാൻ തുടങ്ങി. ആസിഫ് ഉണ്ടായിരുന്ന ആ അപ്പാർട്ട്മെൻറ്റിലെ കഥ. അത് കേട്ട് ഡയറക്ടർ വളരെ സന്തോഷവാനാവുന്നു. കുറേ ചോദ്യങ്ങൾ ആസിഫിനോട് ചോദിക്കുന്നു. എന്നിട്ടെന്തായി? ഒരു കൊലപാതക കഥ. കൊള്ളാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ, ഞാൻ ആഗ്രഹിച്ചതുപോലെ ലവില്ല, ഫാമിലി ഇല്ല, ഒന്നുമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു വളരെ രസകരമായിട്ടുള്ളൊരു സിനിമ പിടിക്കാം എന്ന് ഡയറക്ടർ സന്തോഷത്തോടെ പറയുന്നു. അപ്പോൾ അത് കണ്ട് മുഖം വാടുന്ന റൈറ്റ്. അപ്പോൾ ഡയറക്ടർ, താൻ വിഷമിക്കണ്ട, താനും ഇവൻ്റെ കൂടെ ഇരുന്ന് എഴുതിക്കോളൂ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. എന്തായാലും താനായി കൊണ്ടുവന്ന പ്രൊഡ്യൂസറല്ലേ, താൻ പോകണ്ട, താനും കൂടെയുണ്ട്, ഒരുമിച്ചാണ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകാം. ആസിഫെ, കഴിഞ്ഞോ? ഇല്ല സാർ, മുമ്പ് ചെയ്തു വെച്ച കാര്യങ്ങൾ ഓർത്ത് ആ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് സാർ, ഒരിരയെപ്പോലെ. താനോ? എടോ, ഇത് കഥയിലെ കാര്യമാണോ പറയുന്നത്? അതെ സാർ, ഒരു വേട്ടമൃഗത്തെ പോലെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പഴയ കാലം എന്നെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. കൊള്ളാം, ഡയലോഗൊക്കെ കൊള്ളാവിടോ, സൂപ്പർ. താനിരുന്ന് എഴുതിക്കോ, താൻ റൈറ്ററേയും കൂട്ടിക്കോ. എന്തെങ്കിലും സജഷൻസ് അവിടെ നിന്ന് വരുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണ്ട, കൂടിരുത്തിയാൽ മാത്രം മതി. നന്നായിട്ട് എഴുതിക്കോളും. പേപ്പറും പേനയും കൊടുത്തിട്ട് താൻ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അയാളിരുന്ന് എഴുതട്ടെ, എഴുതി പഠിക്കട്ടെ. എന്നിട്ട് പുതിയ നല്ല കണ്ടൻറ്റുമായിട്ട് വരട്ടെ.